മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം, എൻ്റെ പേര് പ്രേംനാഥ്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ കടലുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ദുബായിൽ 35 വർഷമായിപ്പം. അത് എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ 1979 ഓഗസ്റ്റ് 10-നാണ് ഞാൻ ഇവിടെ വന്നത്. 15 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അത് ടാൻജൻറ്റ് റിക്രൂട്ട്മെൻറ്റ് സർവീസസ് എന്നുള്ള നമ്മൾ കറാമയിലൊരു ഓഫീസുണ്ട്. പിന്നെ 2 വർഷമായിട്ട് JLTയിലൊരു ഓഫീസ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 2-3 ഇയേഴ്സ് കഴിഞ്ഞപ്പം കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ട് വരാൻ തുടങ്ങി. പിന്നെ ഇവിടെ മെയിനായിട്ട് ദുബായിലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ബിസിനസ് ചെയ്യാനുള്ള എല്ലാ അറ്റ്മോസ്ഫിയറും ഉണ്ടാക്കി തരുന്ന ഇവിടുത്തെ റൂളേഴ്സ്. ആക്ച്വലി ദിസ് കൺട്രി ഈസ് ഓൾവേസ് ഇൻ മൈ പ്രേയേഴ്സ്. ദിസ് കൺട്രി ഹാസ് ഗിവൺ മീ എ ലോട്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഈ ജോലി ചെയ്തപ്പോഴും എനിക്ക് ചെറിയ രീതിയിൽ മെച്ചം വെക്കാൻ തുടങ്ങി. ഇവിടെ വന്നപ്പം ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ എനിക്ക് സഹായിക്കാൻ പറ്റി. അപ്പോഴത്തന്നെ ഇവിടുന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഈ ഭൂമിയിൽ ജോലി ചെയ്താൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നും നാട്ടിലെ കടങ്ങളൊക്കെ മാറ്റിയെടുക്കാമെന്നും ഒക്കെ ഉള്ളൊരു തോന്നലുണ്ടായത് ഇവിടുന്ന് ഇൻകമും നമ്മളുടെ ചിലവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മെച്ചം വെക്കാമുണ്ടാവും എന്നുള്ള തോന്നലുണ്ടായത് ഇവിടെ വെച്ചിട്ട് തന്നെയാണ്. ഇവിടുന്ന് തന്നെയാണ് എൻ്റെ ജീവിതം പടുത്തുയർക്കാൻ പറ്റും എന്നുള്ള തോന്നലുകൾ ഉണ്ടായത് ഇവിടുന്ന് തന്നെയാണ്. പിന്നെ അതിലൊരു നിരാശ ഉണ്ടായിട്ടില്ല. പിന്നെ കുറേ കാലം ജോലി ചെയ്ത് കഴിഞ്ഞപ്പം ഈ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുമ്പം ഏജ് ഒരു പ്രശ്നമായിട്ട് വന്നു. അപ്പം ഏജ് കൂടി വരുമ്പം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെയാണ് 1999 ഈ ടാൻജൻറ്റ് എന്ന് പറഞ്ഞ സംരംഭം ആരംഭിക്കുന്നത്. ഇവിടെ വരുമ്പം ഒരുപാട് കടങ്ങളും ഒരുപാട് പ്രതീക്ഷകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് മക്കളെയൊക്കെ പഠിപ്പിച്ചൊരു സ്ഥലത്ത് എത്തിക്കാൻ പറ്റി. നല്ലൊരു സാമ്പത്തിക ചുറ്റുപാടുണ്ടായി. ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം നല്ലൊരു സംതൃപ്തി തോന്നുന്നുണ്ട്. കാരണം ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ജീവിതം ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല. മറ്റെന്തൊക്കെയോ മാറുമായിരുന്നു. ഇപ്പോഴുള്ള എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ, എൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ, ഐ ഗട്ട് ഡെഡിക്കേറ്റഡ് സ്റ്റാഫ് വിത്ത് മീ. മൈ ചിൽഡ്രൻ ആർ സപ്പോർട്ടിങ് മീ. പിന്നെ എൻ്റെ സ്റ്റാഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ജനറൽ മാനേജർ ഈസ് പ്രൊഫഷണലി ഷീ ഈസ് എ ലോയർ. ഷീ സപ്പോർട്ടഡ് മീ എ ലോട്ട്. My business development managers like Sachin and Ruksan, they are also supporting me. Ruksan is with me for 8 years. My general manager Shanti is with me for 14 years. And recently she got a degree in the HR MBA. And they are supporting me a lot, and they are behind my success. And of course my children, my son Prijit. Same way I want to tell about my daughter-in-law Anu. She is supporting me a lot. She used to work for a company called NFPC, and she left that job, joined me in Tangent HR Solutions. And since the day she came,
I mean, she is running the show in a very decent way. Since 15 years of experience in the recruitment industry, ഒരുപാട് മലയാളികളും ഇന്ത്യക്കാർക്ക് ജോലി കൊടുത്തതിന് കൂടുമ്പോൾ ഒരുപാട് രാജ്യക്കാർക്ക് ആഫ്രിക്കൻസ്, ഫിലിപ്പിനോസ്, ബംഗ്ലാദേശീസ് ഇവർക്കൊക്കെ ജോലി കൊടുത്തതിന് പുറമെ ഒരുപാട് മലയാളികൾക്കും ഞാൻ ജോലി കൊടുത്തിട്ടുണ്ട്. ഇവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വരുന്ന കമ്പനിയെ പറ്റി നമുക്ക് ആദ്യമായിട്ടൊരു ബോധം ഉണ്ടായിരിക്കണം. വിച്ച് കമ്പനി ഐ ആം ഗോയിങ് ടു ജോയിൻ, ആ കമ്പനീൻ്റെ റെപ്യൂട്ടേഷൻ എന്താണ്, ആർ ദേ എവറിത്തിങ് ഈസ് ഓക്കെ വിത്ത് ദാറ്റ് കമ്പനി, അത് അറിഞ്ഞിട്ടേ നമ്മൾ ഓരോരുത്തരും ഇവിടേക്ക് വരാവൂ. ഇപ്പോൾ എൻ്റെ മാർക്കറ്റിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ അവർ ഓരോ കമ്പനികളിലും പോയിട്ട് എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടാവുമെന്ന് അന്വേഷിക്കുമ്പം ആ കമ്പനിയെ പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ടേ നമ്മളൊരു ജോലി എടുക്കാറുള്ളൂ. അതിനുശേഷം മാത്രമേ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഓരോരുത്തരും ഇവിടേക്ക് വരുന്നൊരു മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, ഏത് കമ്പനിക്കാണ് പോകുന്നില്ല ആ കമ്പനിയെ പറ്റിയിട്ടുള്ളൊരു ഒരു ഏകദേശം ഒരു ധാരണ നമ്മൾക്ക് വരുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കണം. എനിക്ക് നല്ലൊരു മാർക്കറ്റ് ടീമുണ്ട്, അവർ അന്വേഷിച്ച് കിട്ടുന്ന റിപ്പോർട്ടിനനുസരിച്ചിട്ടേ ഞാൻ മുന്നോട്ട് പോവുള്ളൂ. അതേമാതിരി തന്നെ ഇപ്പം നമ്മൾ മുമ്പത്തെ മാതിരിയല്ല, ഇപ്പം ഒരു ദുബായിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അന്വേഷിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള കമ്മ്യൂണിക്കേഷൻസൊക്കെ എത്രയോ അഡ്വാൻസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്നുള്ള ധാരണ തന്നെയാണ് ഇപ്പോൾ എനിക്കുള്ളത്. നമ്മൾ മെയിനായിട്ട് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി കാറ്റഗറി ടു കാറ്റഗറി. അതായത് നമ്മൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ എക്സ്പീരിയൻസ്, വിച്ച് കമ്പനി ദേ വർക്ക് ഫോർ, വിൽ ടേക്ക് ഓൾ ദിസ് ടു കൺസിഡറേഷൻ. ഇവിടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, എൻജിനീയേഴ്സ്, ഡിപ്ലോമ ഹോൾഡേഴ്സ്, കസ്റ്റമർ സർവീസ് ഏജൻറ്റ്സ്, ഇങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ സ്കോപ്പ് ഉള്ളത്. ഒരു ബേസിക് ക്വാളിഫിക്കേഷന് ശേഷം ഇങ്ങനത്തെ ഉള്ളൊരു അവയർനെസ് കോഴ്സ് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഈ കൺട്രിയെ പറ്റിയൊരു ധാരണ ഉണ്ടാക്കുന്നത് അങ്ങനത്തെയുള്ള കോഴ്സുകൾ വളരെ ഉപകാരപ്രദമാവുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ 79 ഇവിടെ ബോംബെ വഴിക്കാണ് ഇവിടെ വന്നത്. ആ കാലഘട്ടത്തിൽ ദുബായ് എന്നോട് ചില സുഹൃത്തുക്കൾ പറഞ്ഞു, ദുബായിൽ എല്ലാ കൺസ്ട്രക്ഷനും അവസാനിച്ചിരിക്കുകയാണ്, ഇവിടെയുള്ള ഒരു വലിയ പുരോഗമനമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. ഞാൻ അന്ന് ഇവിടെ വന്നപ്പം ഞാൻ ദുബായ് മെട്രോപൊളിറ്റൻ ഹോട്ടലിലാണ് ജോലി ചെയ്തത്. അവിടെ ദുബായ് ബർദുബായ് ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ആകെയുള്ളൊരു ബിൽഡിംഗ് ആയിരുന്നു അന്നത്തെ ആ മെട്രോപൊളിറ്റൻ ഹോട്ടൽ. ഷെയ്ഖ് സായിദ് റോഡിലൊന്നും ഒരൊറ്റ ബിൽഡിങ്ങും ഇല്ല. പക്ഷേ അതിനുശേഷമുള്ള വളർച്ച വളരെ പെട്ടെന്നായിരുന്നു ദുബായിനെ സംബന്ധിച്ചോളം ഉണ്ടായുള്ള വളർച്ച. വളരെയധികം ഇറ്റ് വാസ് എ ട്രമൻഡസ് ഗ്രോത്ത് ഫോർ ദുബായ്. അതിലിവിടുത്തെ റൂളേഴ്സിനെ എത്ര നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. ഞാനിവിടെ മെയിനായിട്ട് റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് ദുബായ് മെട്രോ, ദാറ്റ് ഈസ് ദി സെർക്കോ, ഇറ്റ് ഇസ് എ ബ്രിട്ടീഷ് ബേസ്ഡ് കമ്പനിയാണ്. പിന്നെ ഡോട്ട്സെൽ, ഇറ്റ്സ് എ സിംഗപ്പൂരിയൻ ബേസ്ഡ് കമ്പനി, ബട്ട് ദേ ആർ സിംഗപ്പൂരിയൻ ഇന്ത്യൻസ്. പിന്നെ അൽഗുറൈർ, പിന്നെ അൽഫുത്തം എംറിൽ എന്ന് പറഞ്ഞ കമ്പനി, പിന്നെ ഒരു ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ് അൽറിയാമി. ഇങ്ങനെയുള്ള ഇതാണ് പ്രധാനപ്പെട്ടുള്ള കമ്പനികൾ. പിന്നെ നമ്മൾ സെക്യൂരിറ്റി ഗ്രൂപ്പ് ചെയ്യുന്നത് സെക്യൂരിറ്റാസ് എന്ന കമ്പനിയുണ്ട്, പ്രീമിയർ ഷീൽഡ് എന്ന കമ്പനിയുണ്ട്, പിന്നെ ഫസ്റ്റ് സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. സെക്യൂരിറ്റീസിന് റിക്രൂട്ട് ചെയ്യാറുണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് ചെയ്യാറുണ്ട്, ആഫ്രിക്കയിൽ നിന്ന്, നേപ്പാളിൽ നിന്ന്, പിന്നെ ഫിലിപ്പീൻസിൽ നിന്ന്, ഈ കൺട്രീസിൽ നിന്നൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 months 90 days ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. പെർഫോമൻസ് ആൻഡ് മെഡിക്കൽ, അത് നമ്മളിവിടേക്ക് വരുന്ന ഒരാളെ കൊണ്ടുവരുന്നതിന് മുമ്പ് പ്രീ മെഡിക്കൽ നാട്ടിൽ വെച്ച് അവിടെ ഓരോ റെസ്പെക്റ്റീവ് കൺട്രീസിൽ വെച്ച് നടത്തും. പിന്നെ വി വിൽ ബി റെസ്പോൺസിബിൾ ഫോർ 90 days. അതിനുശേഷം അതിലുണ്ടാവുന്ന അല്ലെങ്കിൽ പെർഫോമൻസ് ഗ്യാരണ്ടിയിലോ എന്ത് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ വി ആർ റെസ്പോൺസിബിൾ. തീർച്ചയായിട്ടും ടാൻജൻറ്റിലുള്ള ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇഫ് ദർ ഇസ് എ പ്രോബ്ലം, ബിക്കോസ് വി ബ്രോട്ട് വൺ കാൻഡിഡേറ്റ് ടു വൺ കമ്പനി, ഇഫ് ദർ ഇസ് എനി സോർട്ട് ഓഫ് പ്രോബ്ലംസ് ദി കമ്പനി ഈസ് ടെല്ലിങ് അസ്, വി വിൽ ബി ദർ ടു അസിസ്റ്റ് ദം. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ എല്ലാ ജോലികളും ഒഴിവാക്കിയിട്ട് അവിടെ പോയിട്ട് ആ കമ്പനിക്ക് വേണ്ട അസിസ്റ്റൻസ് നമ്മൾ ചെയ്തു കൊടുക്കും. ഇങ്ങോട്ടേക്ക് ജോലി ചെയ്യുന്ന പ്രത്യേകിച്ച് മലയാളികൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, വരുന്ന കമ്പനി എന്താണെന്ന് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിന് പുറമെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻറ്റിൻ്റെ ക്രെഡിബിലിറ്റി നമ്മൾ നോക്കണം. കാരണം ഒരുപാട് കൃത്രിമങ്ങളും ഒരുപാട് വേണ്ടാധീനങ്ങളൊക്കെ നടക്കുന്ന ഒരു ഫീൽഡാണ് ഈ റിക്രൂട്ട്മെൻറ്റ് ഫീൽഡ്. അപ്പം നമ്മളെ ഏജൻറ്റ്
ഡസ് ഹി ഹാവ് എ ലൈസൻസ് ടു ഡു ദാറ്റ് ഇന്ത്യയിൽ. പിന്നെ ആസ് ഐ ടോൾഡ് യു, you should know that which company you are going into. If you have a doubt about the company, tell your friends to find out. ഒന്നാമത് എന്നെ സംബന്ധിച്ചോളം ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്നത് ഒരുവിധം നല്ല ശമ്പളമുള്ള ക്രെഡിബിലിറ്റി ഉള്ള കമ്പനികളിലൊക്കെയാണ്. പിന്നെ ഒരുപാട് ഈ ചില കമ്പനികൾ വന്ന് പെട്ടുപോകുന്ന മലയാളികൾ പറ്റി എനിക്ക് വളരെ വിഷമമുണ്ട്. അവരൊക്കെ ചില കമ്പനികളിൽ വന്ന് പെട്ടുപോയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് വളരെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് എത്രയോ മിനിമൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എങ്കിലും ഓരോ കാൻഡിഡേറ്റും ഒരു ജോലി അപേക്ഷിക്കുന്ന ആൾ ഇവിടെ വരുമ്പം വീണ്ടും വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആ കമ്പനിയെ പറ്റിയും വരുന്ന ഏജൻസിയെ പറ്റിയും കൊണ്ടുവരുന്ന ആളെ പറ്റിയും നല്ലൊരു ബോധവാന്മാരായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്ത്രീകൾ വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ചില ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. പേപ്പർ ഹാസ് ടു ബി അറ്റസ്റ്റഡ് ഫ്രം ദി എംബസി. ആ പേപ്പർ ഇന്ത്യയിലെ എംബസി അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ആക്ച്വലി ദി 90% ഓഫ് ദി പ്രോബ്ലം സോൾവ്ഡ്. കാരണം എന്തെങ്കിലും സംശയമുള്ള കമ്പനികളാണെങ്കിൽ ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരു അറ്റസ്റ്റേഷനൊക്കെ ഉള്ള കമ്പനികൾ ആണെങ്കിൽ മാത്രമേ അപേക്ഷിക്കാവൂ. നമ്മൾക്കൊരു എന്തെങ്കിലും സംശയമുള്ള കമ്പനികളാണെങ്കിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമസ്കാരം. നമ്മളിപ്പോൾ ദുബായിൽ IMPZ, അതായത് ഇൻ്റർനാഷണൽ മീഡിയ പ്രൊഡക്ഷൻ സോണിലാണ്. മീഡിയ പ്രൊഡക്ഷൻ സോൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻ്റർനാഷണൽ ആയിട്ട് പല മീഡിയാസിൻ്റെയും വെയർ ഹൗസും മറ്റു കാര്യങ്ങളുള്ള ഒരു ഏരിയയാണ്, ഒരു ഫ്രീ സോൺ ഏരിയ എന്ന് പറയാം. ഇവിടെ നമ്മൾ ടാൻജൻറ്റ് റിക്രൂട്ടിംഗ് സർവീസസിൻ്റെ MD ശ്രീ പ്രേംനാഥ് സാറും അദ്ദേഹത്തിൻ്റെ മകനും മരുമകളും പിന്നെ ഒരു ജൂനിയറുമാണ് ഈ വീട്ടിലുള്ളത്. ഇവരോടൊപ്പം അല്പസമയം, ഇവരുടെ സന്തോഷത്തിൽ ചിരിയിൽ അല്പസമയം. സാർ, നമ്മൾ കുറച്ച് വിശേഷങ്ങൾ പങ്കുവച്ചു. ഇനി നമുക്ക് അവരോടാണ് സംസാരിക്കാനുള്ളത്. ഞാൻ അവരുമായിട്ട് തുടങ്ങട്ടെ. പ്രജിത്ത്, അതെ, ഇവിടെയാണോ ജനിച്ചതും വളർന്നതൊക്കെ? അല്ല, നാട്ടിലാണ്. കോഴിക്കോടാണ് വീട്. ഇപ്പോൾ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 4 വർഷമായി. ദുബായ് ലൈഫിനെ കുറിച്ച് എന്താണ് സിമ്പിളായിട്ട് പറയാനുള്ളത്? നല്ലൊരു ലൈഫാണ്. നമ്മൾ നാട് മിസ് ചെയ്യത്തില്ല, വളരെ അടുത്താണ്. നാളത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ മാനേജ് ചെയ്യാം. സോ ഫാർ സോ ഗുഡ്. കോഴിക്കോട് പോകാറുണ്ടോ? ഇടയ്ക്ക് പോകാറുണ്ട്, ആവശ്യമുള്ളപ്പം പോകാറുണ്ട്. അപ്പം പഴയ കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ? ഞാൻ പഠിച്ച ബാംഗ്ലൂരാണ്. അപ്പം ഒരുവിധം ആൾക്കാരൊക്കെ ഇവിടെ തന്നെയുണ്ട്. ദുബായ് ആണല്ലോ എല്ലാവരും ഒരു ജോബ്. സ്കൂളിംഗ് ഇവിടെ തന്നെയായിരുന്നു? സ്കൂളിംഗ് നാട്ടിലായിരുന്നു. അന്നത്തെ ഫ്രണ്ട്സും ഉണ്ട്, ബാംഗ്ലൂർ കൂടെ പഠിച്ച ഫ്രണ്ട്സും ഉണ്ട്. ചിലവർ നാട്ടിലാണ്, നാട്ടിൽ ചില നേരം അവരുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. കോഴിക്കോടേക്ക് പോകാനായിട്ട് തോന്നുന്ന ഒരു കാരണം എന്താണ്? കോഴിക്കോടത്തെ ഭക്ഷണം. പക്ഷേ ഓഫ് ലൈറ്റ് ഇവിടെ കിട്ടുന്നുണ്ട് അത്. പക്ഷേ ഡെഫിനറ്റ്ലി അതൊരു നല്ലൊരു ഫാക്ടറാണ്. നാട്ടിലേക്ക് പോകാനുള്ളൊരു എന്താ പറയുക, ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. അതെ. രണ്ടാമതൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതെ, ഒരു ബ്രാഞ്ച് ആയിട്ട് ഞങ്ങൾ JLT ഫ്രീ സോൺ ആണ്. സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ട്, അത് ടാൻജൻറ്റ് അംബ്രല്ല തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ അതിൻ്റെ ആക്ടിവിറ്റീസ്? മെയിൻലി റിക്രൂട്ട്മെന്റ് തന്നെ. ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലോക്കൽ റിക്രൂട്ട്മെന്റിലാണ്. അപ്പോൾ അച്ഛൻ്റെ ബിസിനസ് ആണ് ഓവർസീസ് റിക്രൂട്ട്മെന്റ് ആണ്. ഞങ്ങൾ മെയിൻലി ലോക്കൽ റിക്രൂട്ട്മെന്റ് നോക്കുന്നത്. രണ്ടിനും സാധ്യതകളുണ്ടോ? രണ്ടിനും ഉണ്ട്. പ്രത്യേകിച്ച് എക്സ്പോ കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ രണ്ടിനും ഉണ്ട്. എക്സ്പോ വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ്? വാനോളം ഉയർന്നോ? ആബ്സല്യൂട്ട്ലി. കാരണം എന്തായാലും നെക്സ്റ്റ് ഒരു 5-6 years ഒരു അപ്വേർഡ് ട്രെൻഡാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഡെഫിനറ്റ്ലി റിക്രൂട്ട്മെന്റ് നല്ല പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇപ്പം കഴിഞ്ഞിട്ട് 6 വർഷമായി. അതെ, 6 വർഷമായി ഇവിടെ ഈ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്തിട്ട്. ഇവിടെ തന്നെയാണോ? അതെ, ഇവിടെ ജനിച്ചു വളർന്നത്. ഓക്കെ. എവിടെയാണ് നാട്? നാട് തൃശ്ശൂരാണ്. കോഴിക്കോടും തൃശ്ശൂരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ വെച്ചിട്ടാണോ പ്രപ്പോസൽ, അതോ നാട്ടില്? നാട്ടിൽ കോളേജിലായിരുന്നപ്പോൾ പരിചയപ്പെട്ടതാണ്. ഓ, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ശരി ശരി ശരി. അപ്പോൾ അവിടെ നിന്ന് വളർന്ന് ഇവിടെ എഞ്ചിനീയറിംഗ്? നോ, മാസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. ഇവിടെ തന്നെ ആണോ ഇഷ്ടം, അതോ നാടാണോ? ഇവിടെയാണ് ഇഷ്ടം. because I'm more used to this place. as in അത്രയും കാലമായിട്ട് അവിടെ പോകുമ്പോൾ ചില സമയത്ത് ലോസ്റ്റ് ആയി ഫീൽ ആവും. മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷെ ചെയ്യുന്നത് HR ആണ്. വെരി റിലേറ്റഡ് പീപ്പിൾ സെൻട്രിക്. തൃശ്ശൂരിൽ എന്താണ് പ്രധാനമായിട്ട് ഇഷ്ടമുള്ള? തൃശ്ശൂരിൽ പ്രത്യേകിച്ച് ഭക്ഷണം അല്ലാണ്ട്? തൃശ്ശൂരിൽ ഇപ്പോൾ ഈ അമ്പലങ്ങൾ, അത് കഴിഞ്ഞാൽ കുറേ കൾച്ചറൽ ആക്ടിവിറ്റീസ് അവിടെ വരുന്നത് ഐ തിങ്ക് ഇസ് റിയലി നൈസ്. റിലീജിയസ് ആയിട്ടുള്ള. യാ. പിന്നെ മൊത്തത്തിൽ ദുബായിൽ ഇനിയിപ്പോൾ പറഞ്ഞ പോലെ എക്സ്പോ 2020 ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ ബിസിനസ് ഫ്ലറിഷ് ചെയ്യും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എത്രമാത്രം കാണുന്നു അതിൻ്റെ? കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പോൾ ഓപ്പണിങ്സ് വരുമ്പോൾ ഡെഫിനറ്റ്ലി റിക്രൂട്ടേഴ്സ് ലൈക്ക് അസ്, ഞങ്ങൾക്ക് ക്ലയൻറ്റ്സ് വിൽ കോൺടാക്ട് അസ് ഫോർ മോർ ജോബ്സ്.
അപ്പോൾ കുറേ ആൾക്കാരെ ഞങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം ദാറ്റ് വി ആർ ഗോണ ഗെറ്റ് ഇൻ ദ നെക്സ്റ്റ് കമ്മിങ് ഇയേഴ്സ്. നമ്മുടെ കമ്പനി ടാൻജൻറ്റിൻ്റെ ഒരു പൊസിഷൻ എവിടെയാണ്? ഇപ്പോൾ ഇത്തരത്തിലൊരു റിക്രൂട്ടിംഗ് ഏജൻസികൾ മറ്റ് പലരും സർവീസസ് നടത്തുന്ന പല സ്ഥാപനങ്ങളും ഉണ്ട്. അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ദുബായിൽ നമ്മളുടെ ഒരു എവിടെയാണ് നമ്മുടെ ഒരു സ്റ്റേജ്, അവിടെ ഒരു പൊസിഷൻ? Positioning, if you say so, we've been here for like almost plus 10 years. So 15 years. So the thing is, അപ്പോൾ അതിൻ്റെ ഒരു ഇത് നമുക്ക് എപ്പോഴും എന്തായാലും ഉണ്ടാവും ആ ഒരു അപ്പർ ഹാൻഡ്. ആൻഡ് വി ആർ ഗിവിങ് സ്റ്റാഫ് ടു ലൈക്ക് വെരി റെപ്യൂട്ടഡ് കമ്പനീസ് ഹിയർ. സോ ദാറ്റ് ഈസ് ആൻ ആഡഡ് അഡ്വാൻറ്റേജ് ഓൾവേസ് വെൻ യു ഗോ ടു എ ന്യൂ ക്ലയൻറ്റ് as well. അവർക്കും അതൊരു സ്ട്രോങ് ഫാക്ടറാണ് നമ്മളെ യൂസ് ചെയ്യണം എന്നുള്ളതിൽ. Because they'll be like, okay, so you do hire for these people, okay, fine, you know, this is definitely what we are looking for, this is the kind of profile we are looking for എന്ന് ആൾക്കാർ നമ്മളോട് പറയാറുണ്ട്. ഓ ശരി ശരി. പിന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇദ്ദേഹം എന്താണ്, പേരെന്താ മോൻ്റെ? What's your name, Vivo? അവൻ്റെ പേര് വിവാനാണ്. വിവാൻ. ശ്രീകൃഷ്ണന്റെ ഒരു മീനിങ് ആണ്. അതെ, ഒരു പര്യായം. വിവാൻ, അത് ഒരു വ്യത്യസ്തമായ പേരാണ്, നല്ല പേര്. ഒരു മകളും കൂടെ ഉണ്ടല്ലോ? ഒരു മകളാണ്. അദ്ദേഹം ഇപ്പം എന്താ ചെയ്യുന്നത്? MDS ചെയ്യുന്ന നാട്ടിലാണ്. അപ്പോൾ അവരുടെ പഠിപ്പിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ വൈഫും? അതെ. എവിടെയാണ് പഠിക്കുന്നത്? ചെന്നൈയിൽ സവിത ഡെന്റൽ കോളേജിൽ. സാറ് മൊത്തത്തിൽ ഈ 35 വർഷത്തെ ഒരു ജീവിതത്തിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ മകൻ, മരുമകൾ, പേരക്കുട്ടി, അതെ, ഒന്നുമില്ലായ്മയെന്ന് വന്ന് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റി. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കി കാര്യമായിട്ടൊന്നുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായത് ഇവിടെ വന്നിട്ടാണ്. കോഴിക്കോട് പോകുമ്പോൾ എന്താണ് സാറിൻ്റെ ആക്ടിവിറ്റി? കോഴിക്കോട് പോകുമ്പം ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യും. പിന്നെ അമ്മയുടെയൊക്കെ കൂടെ തന്നെ കുറേ സമയങ്ങളൊക്കെ ചിലവഴിച്ചിട്ട് തിരിച്ചു പോരും. ഞങ്ങൾ ഈ മറുനാട്ടിലെ മലയാളികളുടെ വിശേഷം അന്വേഷിച്ച് പോകുമ്പോൾ മലയാള ഭാഷയെ ഞങ്ങളൊന്ന് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? അത് സ്ട്രോങ് ആയിട്ട് കയ്യിലുണ്ടോ? എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് പല ലാംഗ്വേജസ് ആണ് ഇവിടെ. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ, അത് എൻ്റെ ഒരു രോഗമാണ്. ആയിക്കോട്ടെ. ഇപ്പം ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഫ്ലൈറ്റിൽ ഒരാളിനെ കണ്ടു, കൃഷ്ണമൂർത്തി. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ചോദിച്ചപ്പോൾ രാമമൂർത്തി എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി എന്ന് തെറ്റാതെ 2-3 പ്രാവശ്യം പറയാൻ പറ്റും. കൃഷ്ണമൂർത്തിയുടെ പുത്രൻ രാമമൂർത്തി. ഓക്കെ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. ഓക്കെ. കൃഷ്ണമൂർത്തിൻ്റെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിൻ്റെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിൻ്റെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. ഇത് നമ്മളെ തോപ്പിച്ചാണല്ലോ. എനിവേ, നിങ്ങളുടെ സന്തോഷത്തിൽ അല്പസമയം പങ്കെടുക്കാൻ കഴിഞ്ഞതിലും കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തിയെ ഇങ്ങോട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ. പുതിയ എക്സ്പോ നിങ്ങളെയെല്ലാം കാര്യമായി പ്രയോജനപ്പെടുത്തട്ടെ. അതും നമ്മുടെ നാടിനും കുറച്ച് ഗുണമുണ്ട്. നാട്ടിൽ നിന്ന് കുറച്ച് പേർക്ക് നല്ല ജോലി കിട്ടാൻ ഒരിടവരുത്തട്ടെ. ധാരാളം നല്ല നല്ല വിശേഷങ്ങൾക്കിടയിൽ ഇനി നമുക്ക് ഒരു കൗതുകകരമായ ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മറുനാട്ടിൽ വന്ന് ജീവിക്കുന്ന ധാരാളം മലയാളികളുടെ കൂട്ടത്തിൽ ഒരു മലയാളി, ഒരു നാദാപുരംകാരനായ ഹമീദ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലൂടെ പോകാം. ഞാൻ നാദാപുരം പുറമേരി പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്താണ് വീട്. ഇവിടെ വന്നിട്ട് എത്ര കാലം? 25 വർഷമായി. 25 വർഷം. ആദ്യം വരുമ്പോൾ എന്ത് വരുന്ന പരിപാടി? ഇവിടെ ഒരു ലെഫ്റ്റേരിയയിൽ വർക്ക്. പിന്നെ വേറെ ആളെ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്ത് 15 വർഷം അവിടെയും ജോലി ചെയ്ത്. ഇപ്പം സ്വന്തം പരിപാടി. സ്വന്തം പരിപാടി എന്തൊക്കെയാണ്? സ്വന്തം പരിപാടി എന്ന് വെച്ചാൽ വി ഹെൽപ്പ്, ഓരോരുത്തരെ സഹായിക്കുക. അതാണ് നമുക്കറിയേണ്ടത്. അതെന്ത് പറ? അതിങ്ങനെ ഓരോരുത്തർ നമ്മളെ കസ്റ്റമറുണ്ട്, അവർ ഫോൺ ചെയ്യും, സാധനം എത്തിച്ചു കൊടുക്കും. ഇതാണ് നമ്മൾ അറിയാനുള്ളൊരു കാര്യം. വി ഹെൽപ്പ് എന്നൊരു കൺസെപ്റ്റിലാണ് ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നത്. സ്വന്തം പരിപാടി, അതായത് വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. അമീദിക്കായും അക്കൂട്ടത്തിൽ ഒരു ചെറിയ ബിസിനസ് ചെയ്യുകയാണ്. വി ഹെൽപ്പ്. ആർക്കെന്ത് ആവശ്യത്തിന് വേണേലും വിളിക്കുക, ഓടി അവിടത്തും കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും. അതിനൊരു ചെറിയ ഫീസ് കൊടുക്കണം, അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ ഇത് കാലാവധി ഈ വി ഹെൽപ്പ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇപ്പോൾ 2 വർഷത്തിലായി. ഈ 25 വർഷത്തിനിടയ്ക്ക് നാട്ടിൽ കുടുംബത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? കുടുംബത്തിൽ ഒരു പെങ്ങളെ കല്യാണം കഴിഞ്ഞ്,
പിന്നെ ഒരു മരുവള കല്യാണം കഴിഞ്ഞു. സ്വന്തം ഭാര്യയും മക്കളൊന്നും മക്കളില്ല, ഭാര്യയുണ്ട്. പിന്നെ ഇതന്നെ മക്കളെയും പെങ്ങളെയും മരുമക്കളെയൊക്കെ എല്ലാം ഉഷാറായിട്ട് അവരെല്ലാം നോക്കുന്നുണ്ട്, എല്ലാവരെയും നോക്കുന്നുണ്ട്, കുടുംബത്തിനെല്ലാം നോക്കുന്നുണ്ട്. ദുബായിൽ ആദ്യം വന്നിറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ വന്ന് ജോലി ചെയ്യാനായിട്ടല്ലേ വരുന്നത്? അങ്ങനെ വിസ ഒക്കെ കിട്ടിയത്? വിസ നമ്മളെ ഒരു പകള ഭർത്താവിൻ്റെ ഗറഫിലാണ്. അത് ആദ്യം പിന്നെ കലാച്ചിയിലുള്ള ഒരു ഓത്തിലമ്പത് എന്ന് പറയുന്ന ആളെ സ്ഥാപനത്തിലാണ് ജോലി ചെയ്ത് 10 വർഷത്തോളം അയാൾ ഗറഫിൽ ജോലി ചെയ്ത്. പിന്നെ വന്നത് VP അബ്ദുള്ളാൻ്റെ റെസ്റ്റോറൻറ്റിൽ അയാളെ കൂടി 15 വർഷം ജോലി ചെയ്ത്. ഇപ്പോൾ 2 കൊല്ലമായി സ്വന്തമായിട്ട് തന്നെ. 2 കൊല്ലമായി സ്വന്തമായിട്ടെന്ന് പറയുമ്പോൾ സ്വന്തം പരിപാടിയിലേക്ക് തിരിയാനുള്ള കാര്യം എങ്ങനെയാണ്? കാരണം നമുക്ക് വിജയിക്കുന്നുള്ളൊരു തോന്നലുണ്ടായി, അങ്ങനെ അവിടെ നിന്ന് ദൈവമായില്ല. അപ്പോൾ അതിനുള്ള കൈമുതൽ എന്തൊക്കെയാണ്? ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്, അതുകൊണ്ട് നമ്മളെ അളിയനെല്ലാം ഉണ്ട്. അളിയന്മാരെല്ലാം സഹായത്തും കൊണ്ട് ഉഷാറായിട്ട് വണ്ടിയെല്ലാം എടുക്കുക, അവരെ സഹായിച്ച്. ഇപ്പോൾ ഒരു കാറുണ്ട്? ആ കാറുണ്ട്, 2 കാറുണ്ട്. 2 കാറുണ്ട്? ഒന്നിപ്പോൾ വിൽക്കാൻ വെച്ചേക്കാം. അത് ശരി. അപ്പോൾ കാറ്, ഈ കാറിലാണ് കാര്യങ്ങളൊക്കെ? എല്ലാവരും എത്തല് അതില്ലാത്ത. എങ്ങനെയുള്ള ആളുകൾ? ആദ്യം മോട്ടോർ സൈക്കിൾ ആക്സിഡൻ്റ് ആയി, അങ്ങനെ കാർ എടുത്ത. മോട്ടോർ സൈക്കിൾ ആക്സിഡൻ്റ് ആയി? കാല് പൊട്ടി. എന്നിട്ട് കാല് പൊട്ടി ഇപ്പോൾ ഒരു 8 മാസം മുന്നേ തിരിച്ചു വന്ന് കാർ എടുത്തത്. നാട്ടിൽ പോയി? നാട്ടിൽ പോയി 6 മാസത്തോളം നാട്ടിൽ നിൽക്കും. മലയാളികൾ തന്നെയാണോ അതോ ആരൊക്കെയാണ് സഹായത്തിന്? നമ്മളെ കൂടെ അധികം പിന്നെ മലയാളികളല്ല, കൂടുതലും തായ്ലാൻഡാറും അവരല്ല. അന്യഭാഷ അന്യരാജ്യക്കാരുമായിട്ടുള്ള ബന്ധമാണ്. മലയാളീസിലൂടെ കൂടിയാൽ അധികം കിട്ടൂലല്ലോ. മാസം ഒരു വിധം ഭേദപ്പെട്ട വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഇതേപോലെ കൃത്യമായിട്ട് ജോലി ഇല്ലാതെ സ്വന്തം കൊച്ചു കൊച്ചു ഏർപ്പാടുകളായിട്ട് ഇരിക്കുന്ന വേറെ പലരും ഉണ്ടോ ഇവിടെ? ഒരുപാട് ആളുണ്ട്. ഈ ദുബായ് കാരനായിട്ട് നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ കണ്ട വലിയ ദുബായ്ക്കാരൻ്റെ ലുക്കൊന്നും ഇല്ല? ഇല്ല, ഉണ്ടാവില്ല, സാധാരണക്കാരൻ. അല്ല, അപ്പോൾ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ദുബായ് തന്നെയാണെന്ന് ആളുകൾ ചോദിക്കൂ, സംശയിച്ച് ചോദിക്കൂ? അത് ചോദിക്കില്ല, നമ്മൾ കുറേ കാണുന്ന ആൾക്കാരുണ്ടല്ലേ. ഇനിയിപ്പോൾ ടി വിയിലൂടെ കാണുമ്പോൾ അറിയാം ഇതൊക്കെ ദുബായ്ക്കാരനാണ്, ഇവിടുത്തെ വി ഹെൽപ്പിന്റെ മുതലാളിയാണ്. ദുബായിൽ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ജീവിതമാർഗം കണ്ടെത്തിയ ഒരു ഹമീദ് ഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറക്കാരനല്ല നമ്മുടെ ഓട്ടത്തിൽ. ഇല്ലില്ല, വലിയ ആളാ പോലല്ല. ശരി, എന്തായാലും ഈ ഇങ്ങനെ ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ചേട്ടൻ്റെ ആഗ്രഹം പോലെ തന്നെ കുറച്ച് സമ്പാദിച്ച് നാട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കാൻ കഴിയട്ടെ. എന്ത് നമ്മളെ കണ്ടതിൽ വല്ല സന്തോഷമുണ്ടോ? നിങ്ങളെ കാണാനും സംസാരിക്കാനും സാധിച്ചതിൽ വളരെ സന്തോഷം. ദർശന TV ഉഷാറാവട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഹമീദിക്കയുടെ ഒരു സ്വഭാവ രീതി എന്ന് പറയുന്നത്. നാട്ടുകാരെ കണ്ടാലും സന്തോഷം, സ്നേഹം, അവരുമായിട്ട് കുറച്ച് നേരം സമയം ചെലവഴിക്കുക, ഞങ്ങൾക്കും സന്തോഷം. നമ്മുടെ മലയാള നാട് ഇന്ന് നേരിടുന്ന മാരകമായ വിപത്തുകളിലൊന്ന് മദ്യം, മയക്കുമരുന്ന് പോലുള്ള ലഹരി പദാർത്ഥങ്ങളാണ്. ഇതുമൂലം കണ്ണീരിലാണ്ട ആത്മഹത്യയുടെ വക്കിലെത്തിയ കടക്കണിയിലായ എത്രയോ കുടുംബങ്ങൾ, എത്രയോ സ്ത്രീകളുടെ കണ്ണീര്, ഇതിനെല്ലാം ഒരു ആശ്രയമാവുകയാണ് ശ്രീഭദ്ര ജ്യോതിഷ സേവാമഠം. ജ്യോതിഷം നോക്കാൻ എൻ്റെ അടുത്ത് വരുന്ന സ്ത്രീകളിൽ വീട്ടിലുണ്ടാകുന്ന ആണുങ്ങളുടെ, അതായത് പുരുഷന്മാരുടെ ലഹരി നിർത്തണം, അതിനെന്താണ് ജ്യോതിഷത്തിലൂടെ വഴി എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലുണ്ടായ ഒരു ഏറ്റവും വലിയൊരാഗ്രഹം, ജ്യോതിഷത്തിനെക്കാട്ടിയും വലുതാണ് ജീവിതത്തിൻ്റെ മനുഷ്യന് സമാധാനമാവുന്ന ലഹരി നിർത്തി കൊടുക്കണം. അതിന് ഈശ്വര ധർമ്മം എന്താണെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു മരുന്നോ ഒന്നും കൊടുക്കാതെ മനുഷ്യജന്മത്തിൽ നിനക്ക് ഏറ്റവും വലുത് ഈശ്വരധർമ്മമാണ്. ഇന്നത്തേക്ക് 35 ദിവസമായി ഇതിൻ്റെ വന്നിട്ട്, ഇന്ന് വരെ ചേട്ടായി മദ്യവെച്ചിട്ടില്ല. എൻ്റെ മുമ്പിൽ വരുമ്പോൾ അവൻ നല്ല വിശ്വാസത്തോടു കൂടി അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അവന് പ്രകൃതിയിൽ ചെയ്യേണ്ടുന്ന നിയമങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അറിവ് കൊണ്ട് അവൻ എന്നെ വിശ്വസിക്കുന്നത് മാത്രമല്ല, എൻ്റെ അടുത്ത് കണ്ട് ഇപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് ലഹരി നിർത്തിപ്പോയി. അവരുടെയൊക്കെ വർത്തമാനം കേട്ടിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അവരിലുണ്ടായ വിശ്വാസമാണ് രണ്ടാമത് വരുന്നവരുടെ വിശ്വാസം. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം 29 ദിവസമായി, ഇന്ന് 30ാമത്തെ ദിവസമാണ് ഇവിടെ വന്ന്. അപ്പോൾ തിരുമേനി അന്നേ പറഞ്ഞു വിട്ടു, വരണമെന്ന് നിർബന്ധമല്ല, വരണമെങ്കിൽ സന്തോഷകരമായ ന്യൂസും കൊണ്ടേ വരാവൂ. അത് പരിപൂർണമായി നിർത്തി, എനിക്ക് വിശ്വാസമുണ്ട്. ഇത് ആധ്യാത്മികതയിലും ധ്യാനത്തിലും പൂജയിലുമൊക്കെ ഊന്നിയ ഒരു വിശ്വാസത്തിൽ അർപ്പിച്ചിട്ടാണ്, മരുന്ന് കൊണ്ട് മാറ്റുന്നതിനപ്പുറം ചില വിശ്വാസങ്ങളിൽ ഊന്നിയാണ് അദ്ദേഹം ലഹരി വിമോചനം സാധ്യമാക്കുന്നത്.
അധ്വാനിക്കാൻ മനസ്സുള്ളവർക്കാണ് വിജയം. വിജയിക്കുന്നവരോടൊപ്പം സമ്പത്ത് വരും. സമ്പത്തുള്ളവരോടൊപ്പം സമാധാനവും സന്തോഷവും വരും. അങ്ങനെ സമ്പത്തും സന്തോഷവും സമാധാനവുമുള്ള നിരവധി കുടുംബങ്ങളിലൂടെയാണ് മറുനാടും മലനാടും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സന്തോഷത്തിലും അവരിൽ നിന്ന് പകർന്നു കിട്ടുന്ന അറിവിലും മറുനാടും മലനാടിൻ്റെയും പ്രേക്ഷകർ തൃപ്തരാണെന്ന് കരുതുന്നു. ഇനി അടുത്ത ആഴ്ച. അതിനുമുമ്പ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് ഊർജം നൽകുന്നു. അതുകൊണ്ട് എഴുതുക, കൈനിറയെ സമ്മാനങ്ങളും നേടുക.